കോർപ്പറേഷനിലും 2 പഞ്ചായത്തുകളിലും വിഭജിച്ച് കിടക്കുന്ന തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് കാച്ചാണി. 3 തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരേ പേരിൽ വാർഡുകളുള്ള കാച്ചാണിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി. ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരും തന്നെ ചോദിക്കും എൻ്റെ വോട്ട് എവിടെയാണ്? ആ കാച്ചാണി വാർഡിലാണ്. അയ്യോ, എൻ്റെ വോട്ടും കാച്ചാണി വാർഡിലാണ്, എൻ്റെ വോട്ടും കാച്ചാണി വാർഡിലാണ്. ഇന്ന് മൂന്ന് പ്രദേശത്താണ് വരുന്നത്. ആകെ കൺഫ്യൂഷൻ ആയല്ലേ? അതെ, തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന കാച്ചാണിയിലെ പ്രദേശവാസികൾക്ക് ഈ കൺഫ്യൂഷൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാച്ചാണി എന്ന് പറയുന്നത് ഒരു കേൾക്കുമ്പോൾ ആ പേരിലൊരു സുഖമുണ്ട്, ഒരു തമാശ ഉണ്ടല്ലേ. കാച്ചാണി സ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്നത് 3 അസംബ്ലി മണ്ഡലങ്ങളുടെ സംഗമ കേന്ദ്രമാണ്. ഒന്ന് വട്ടിയൂർക്കാവിൻ്റെയും, ഒന്ന് അരുവിക്കരയുടെയും, ഒന്ന് നെടുവങ്ങാടിൻ്റെയും. അതായത് അരുവിക്കര ഗ്രാമപഞ്ചായത്തിലും കാച്ചാണി വാർഡുണ്ട്, കരകുളം ഗ്രാമപഞ്ചായത്തിലും കാച്ചാണി വാർഡുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിലും കാച്ചാണി. 2 പഞ്ചായത്തിലും ഉണ്ട്, കോർപ്പറേഷനുണ്ട്. ഇത് 3നും അറിയപ്പെടുന്ന കാച്ചാണി എന്നാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുന്നേ തന്നെ അരുവിക്കരയിലെയും കരകുളത്തെയും കാച്ചാണി വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ പ്രചാരണം നിരത്തുകളിൽ സജീവമാണ്. ഇനി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ കൂടി വരുമ്പോൾ മനുഷ്യന്മാർക്ക് ആകെ കൺഫ്യൂഷൻ ആകും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ജംഗ്ഷനിൽ സാധാരണ ഒട്ടിക്കുന്ന ആ ഏരിയയിലെ പോസ്റ്ററുകളാണ്. പക്ഷേ ഈ ഒരു ജംഗ്ഷനെ സംബന്ധിച്ച് വരുമ്പോൾ വലത് സൈഡിൽ അരുവിക്കര പഞ്ചായത്തും ഇടത് സൈഡിൽ കരകുളം പഞ്ചായത്തും വലത് സൈഡിൽ വട്ടിയൂർക്കാവ് കോർപ്പറേഷനിലെയും പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ ആളുകൾ തന്നെ ഞെട്ടിപ്പോകും. ത്രിവേണി സംഗമം പോലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ വിഭജിച്ച് കിടക്കുന്ന കാച്ചാണി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതായാലും ഒരു കൗതുകം തന്നെയാണ്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാവിക്കൊപ്പം സഫൻ VP, മീഡിയ 1, തിരുവനന്തപുരം.